പതിവ് പോലെ ഈ കൊല്ലവും തിരുവോണവും മഹാബലിയും വന്ന് പോയി. ഓണത്തെപ്പറ്റി പല കഥകൾ ഉണ്ടെങ്കിലും കേരളക്കരയിൽ മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന മാവേലി നാട് ഭരിച്ചിരുന്ന അക്കാലത്തെയും മാവേലിയെയും സ്മരിക്കുന്നതാണ് ഓണം. ജാതിമത ഭേദമില്ലാതെ ഗ്രേറ്റ് മഹാബലിയെയും അന്നുണ്ടായിരുന്ന ഒരു ഫീലിങ്ങിനെയും ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നത് തന്നെ മലയാളികളുടെ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. പല രാമായണങ്ങൾ ഉള്ളതുപോലെ കുറഞ്ഞത് നിലവിലുള്ളതല്ലാതെ വേറൊരു മാവേലി എന്ന മഹാബലിയെ പറ്റിയ കഥ ഉണ്ടാകണമല്ലോ. തമിഴ്നാട്ടിൽ സീർകാഴിയിലുള്ള ചട്ടനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഞാൻ ഈ കഥയെക്കുറിച്ച് അറിയുന്നത്. ആ ക്ഷേത്രം തന്നെ അന്നത്തെ ശൈവ വൈഷ്ണവ കലഹത്തിൻ്റെ സാക്ഷിപത്രമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഹിന്ദുമതം എന്ന് ഒരു മതം രൂപപ്പെട്ടപ്പോൾ തന്നെ ആരുടെയും അനുവാദത്തിന് കാത്തിരിക്കാതെ അതിൽ ശൈവവും വൈഷ്ണവവും ഉൾപ്പെടുത്തപ്പെട്ടു. 2 ജീവനുള്ള ഒരു ശരീരം, ഒന്നിനല്ലേ പറ്റൂ. നറുക്ക് വീണത് വൈഷ്ണവത്തിന്. വൈഷ്ണവത്തിൻ്റെ ഡോമിനേഷൻ കൂടിയപ്പോഴെല്ലാം തമ്മിലുള്ള കലഹവും കൂടിക്കൂടി വന്നിരുന്നു. അതുകൊണ്ടാണ് കർണാടകത്തിലുള്ള ശൈവരായ ലിംഗായത്തുകൾ അവരെ പ്രത്യേക മതമായി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിരുന്നോട്ടെ, കഥയുടെ ക്രിട്ടിക്കൽ അനാലിസിസിന് ഗുണം ചെയ്യും. ഈ കഥയിൽ മഹാബലിക്ക് പകരം മഹാമുടി എന്ന പേരും സംഭവങ്ങൾ നടന്നത് 1480കളിൽ ആണ് എന്നും പറയുന്നുണ്ടെങ്കിലും ഈ കഥ മഹാബലിയുടേതാകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കഥയ്ക്ക് ഒരു വടക്കൻ വീരഗാഥ എന്ന ഫിലിമിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് പറയുന്ന വ്യത്യസ്തമായ കഥയേക്കാൾ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഈ കഥ ഒരു നാടക രൂപത്തിലായതുകൊണ്ട് കഥാപാത്രങ്ങളുടെ ഡയലോഗ്സിലൂടെ വേണം നാം കഥ കേൾക്കാൻ. സ്ക്രീനിൽ തെളിയുന്ന ഡയലോഗ്സ് വായിക്കുകയും ചെയ്യാം. വരൂ, കഥയിലേക്ക് നമുക്ക് കിടക്കാം. മഹാമുടി ദ ഗ്രേറ്റ്. കൊച്ചിക്ക് അടുത്തുള്ള ഒരു ശിവക്ഷേത്രം, അതിൻ്റെ മുമ്പിൽ പ്രദർശിക്കപ്പെട്ട നന്ദി. നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, കാലങ്ങളായി അവിടെയെല്ലാം കണ്ടു നിൽക്കുന്ന ആ നന്ദി സംസാരിച്ചു തുടങ്ങുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എൻ്റെ പ്രായം? ഊഹിക്കാനെങ്കിലും പറ്റുമോ? 500 വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ട് എനിക്ക്. കടന്ന 500 വർഷങ്ങളിൽ കൂടുതലായിട്ട് ഞാനിവിടെ ശിവഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയും എനിക്ക് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതെ, സംസാരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. കേൾക്കാൻ മനസ്സുള്ള ആരോടെങ്കിലും ഈ രാജ്യം ഭരിച്ച ദൈവതുല്യനായ ഒരു ഗ്രേറ്റ് കിങ്ങിനെ കുറിച്ച് പറഞ്ഞേ മതിയാവൂ. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം പണിത് ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ച് എന്നെയും ഇവിടെ കുടിയിരുത്തിയ ഈ മലയാളക്കര കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാമുടി തമ്പുരാൻ ആണത്. നാടിനും ജനങ്ങൾക്കും താൻ കൊടുത്ത വാക്കിനും വിലയായി തൻ്റെ എല്ലാം ബലികഴിച്ച അദ്ദേഹത്തെയാണ് നിങ്ങൾ ഇപ്പോൾ മാവേലിയെന്നും മഹാബലിയെന്നും വിളിക്കുന്നത്. കൊല്ലവർഷം 600കളുടെ 2ാം പകുതി, 15ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ മലനാട് ഭരിച്ചിരുന്ന ആ കാലത്ത് എല്ലാവരും ഒരു കുടുംബമാണ് എന്ന ചിന്തയിൽ പരസ്പര ബഹുമാനത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും പട്ടിണി എന്താണെന്നറിയാതെ ജീവിച്ചിരുന്നു. അന്ന് ഇവിടം ഭൂമിയിലെ സ്വർഗമായിരുന്നു. കൊല്ലവർഷം 661 AD 1485. ആ ദിവസം അതിരാവിലെ മഹാമുടി തമ്പുരാൻ കണ്ട ഒരു സ്വപ്നം അദ്ദേഹത്തെ വല്ലാത്ത ഒരു ഭീതിയിൽ ആഴ്ത്തിയിരുന്നു. അദ്ദേഹം അസ്വസ്ഥനാണ്. വരൂ, നമുക്ക് ആ ദിവസത്തിലേക്ക് പ്രവേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 539 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം
മഹാമുടി തമ്പുരാൻ്റെ കൊട്ടാരം. അസ്വസ്ഥനായി അങ്ങുമിങ്ങും നടക്കുന്ന മഹാമുടി തമ്പുരാൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാതിയായ മഹാദേവി തമ്പുരാട്ടി എത്തുന്നു. അദ്ദേഹത്തോട്, സ്വാമി, പതിവിലും അധികം സമയം അങ്ങ് പ്രാർത്ഥനയിൽ മൂഴ്കിയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞും മുഖത്ത് ഒരു വിഷമം നിഴലാടുന്നുണ്ട്. എൻ്റെ അടുത്ത് അങ്ങയുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ആ ചിന്തകൾ പങ്കുവെക്കുന്നതിൽ അപകടമില്ലെങ്കിൽ പറഞ്ഞുകൂടെ സ്വാമി? ദേവിയുടെ ഊഹം ശരിയാണ്. നേരം പുലരും മുൻപ് ഞാൻ കണ്ട ഭയാനകമായ ഒരു സ്വപ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷവും മോചിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ട ആ സ്വപ്നത്തിൽ കണ്ട കാഴ്ചകളെ ഓർത്തെടുത്ത് അതിൻ്റെയൊക്കെ സൂചനകളെ അനുമാനിക്കുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയാധീനമായി ആ സ്വപ്നം സർവശക്തനായ മഹാദേവൻ എനിക്ക് തന്ന ഒരു സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട മഹാദേവി, സ്വാമി, താങ്കൾ കണ്ട സ്വപ്നം എന്താണെന്ന് എന്നോടൊന്ന് വിവരിക്കാമോ? അത് കേട്ട് മഹാമുടി, തീർച്ചയായും ദേവി. പരിപാലിക്കേണ്ട ഈ നാടിനെയും പ്രജകളെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് സന്യാസിയായി നാമും ദേവിയും കിഴക്കൻ മലകളിലേക്ക് യാത്രയാകുന്നു. മലയുടെ മുകളിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മതിൽക്കെട്ടുകളും കുഴികളും കുന്നുകളുമായി ഛിന്ന ഭിന്നമായ നമ്മുടെ രാജ്യത്തെയാണ് നാം അവിടുന്ന് കാണുന്നത്. വലിപ്പച്ചെറുപ്പം ഒന്നുമില്ലാതെ ഒരു കുടുംബമായി കഴിഞ്ഞിരുന്ന ഇവിടെ, നമ്മുടെ നാട്ടിൽ, പരസ്പരം കലഹിക്കുന്ന നാം പ്രജകളെയാണ് കാണുന്നത്. പരസ്പര വിരോധം വേണ്ട എന്ന് ഞാൻ അലറി വിളിച്ച് പറഞ്ഞപ്പോൾ നിൽക്കുന്ന നിലം പിളർന്ന് പാതാളത്തിലേക്ക് നാം പതിക്കുന്നു. അപ്പോൾ സമയമായി എന്നൊരു അശരീരി കേൾക്കുന്നു. അത് കേട്ട് തകർന്നു പോകുന്ന മഹാദേവി, ഓ ശിവശിവ, എന്താണ് സ്വാമി ഇതിൻ്റെയൊക്കെ അർത്ഥം? താങ്ങാനുള്ള ശക്തിയോ കേൾക്കാനുള്ള ആഗ്രഹമോ ഒട്ടും എനിക്കില്ലെങ്കിലും പറയൂ സ്വാമി, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്ക് ഇനിയും അത് അറിയാതിരിക്കാൻ സാധിക്കില്ല. സർവശക്തനായ മഹാദേവ, എൻ്റെ സ്വാമി പറയുന്നതൊക്കെ കേൾക്കാനും അതെല്ലാം ഉൾക്കൊള്ളാനും ഉള്ള ശക്തി എനിക്ക് തരണേ. അത് കേട്ട് മഹാമുടി, അതേ ദേവി, ഞാനും പ്രാർത്ഥിക്കുകയാണ് ദേവി, സർവവ്യാപിയായ മഹാദേവനോട്. എൻ്റെ ദേവിക്ക് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ഉള്ളടക്കവും വ്യാഖ്യാനവും കേൾക്കുമ്പോൾ മാത്രമല്ല, വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന എന്തിനേയും നേരിടാനുള്ള ശക്തി എൻ്റെ ദേവിക്ക് തരണേ എന്ന്